ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ ഇയർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ തെങ്ങുകളെ കുറിച്ചാണ് കേട്ടോ. ലക്ഷദ്വീപിലെ ഭൂരിഭാഗം ആൾക്കാരും ഒന്നെങ്കിൽ അവർ ഫിഷർമാൻമാരായിരിക്കും, അല്ലെങ്കിൽ ഉപജീവന മാർഗത്തിന് തെങ്ങ് ആശ്രയിക്കുന്നവരായിരിക്കും. ദ്വീപിൽ മിക്ക ആളുകൾക്കും സ്വന്തമായിട്ട് തെങ്ങ് എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. തെങ്ങൊന്നും ഇല്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അവരുടെ പൂർവികർ തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും അവരുടെ പിൻതലമുറയ്ക്ക് വേണ്ടിയിട്ട്. തെങ്ങ് കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ തെങ്ങ് വലിയ രീതിയിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ പണിയായാലും ഇനിയിപ്പോൾ വീടുകളിലേക്കുള്ള സാധനങ്ങൾക്ക് വരെ തെങ്ങിനെ ആശ്രയിക്കുന്നവരാണ് കേട്ടോ കൂടുതലുള്ള ആൾക്കാരും. ഈ ഒരു ജനുവരി, ഫെബ്രുവരി ഈ മാസങ്ങളിലാകുമ്പോഴത്തേക്ക് ലക്ഷദ്വീപിൽ മിക്ക സ്ഥലങ്ങളിലും കൊപ്രയുടെ പണി തുടങ്ങും. അപ്പോൾ കൊപ്ര ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ കൊപ്ര എടുക്കുന്ന കടകളിൽ കൊണ്ടു കൊടുക്കും. അല്ലെങ്കിൽ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ബേപ്പൂരിൽ നിന്നൊക്കെ വരുന്ന സമയത്ത്, മംഗലാപുരത്ത് നിന്നൊക്കെ ഉള്ള ടൈമിൽ അതിൽ നമ്മൾ വെയിറ്റ് നോക്കി ചാക്കിലാക്കി കൊപ്ര കയറ്റി അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് അവിടെ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ വീടുകളിലേക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ലിസ്റ്റിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും ആ കൊപ്രയുടെ പൈസയ്ക്ക് നമുക്ക് വീട്ടിലേക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു വർഷത്തേക്കുള്ള സാധനങ്ങൾ തന്നെ പണ്ട് ആൾക്കാർ വാങ്ങി വയ്ക്കാറുണ്ടായിരുന്നു. മുളക്, മല്ലി, പിന്നെ സോപ്പ്, നമ്മൾ അലക്കുന്ന പൊടി, സോപ്പ് പൊടി, അലക്കുന്ന സോപ്പ് പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്നാൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ നേരത്തെ തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് ചായപ്പൊടികളൊക്കെ ഇല്ലേ, അതൊക്കെ ആയിരുന്നു അധികം ആൾക്കാർ. ചായപ്പൊടി, പുകയില, മിക്ക ആൾക്കാർ ഇവിടെ മുറുക്കാൻ കഴിക്കുന്നവരായതുകൊണ്ട് പുകയില, അതിൻ്റെ അടയ്ക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ആ ഒരു പൈസ കൊണ്ട് വാങ്ങി വയ്ക്കാറായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് രാവിലെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ അവരുടെ തെങ്ങ് വീടിനോട് ചേർന്ന് നിൽക്കുന്ന തെങ്ങായതുകൊണ്ട് വേറൊരാൾക്ക് വിറ്റു. അവരിങ്ങനെ വീട് പണി അല്ലെങ്കിൽ നമ്മൾ ഈ മച്ചൊക്കെ കെട്ടാനൊക്കെ ആയിട്ടൊക്കെ ഈ തെങ്ങ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ തെങ്ങ് വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. 2 തെങ്ങ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് നിങ്ങളെന്താ അതിനെ പറയാമെന്ന് എനിക്കറിയില്ല, തെങ്ങിൻ്റെ ആ പൂങ്കുലയില്ലേ, ആ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു മധുരമുള്ള ഒരു തെങ്ങിൻ്റെ ഓലയും മടലും ഒക്കെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വൈറ്റ് ചോക്ലേറ്റിൻ്റെ എന്തോ ഒരു സാധനമാണെന്ന്. പക്ഷേ അല്ല, ഇത് തെങ്ങിൻ്റെ കുരുന്ത് എന്നാണ് പറയുക. ഈ ഓലയും ഈ മടലൊക്കെ നമുക്ക് നല്ല മധുരമുള്ളതാണ്, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് തെങ്ങൊക്കെ വീടിന് ചുറ്റും തെങ്ങൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കഴിച്ചു നോക്കണം. ഇതിന് വാല്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ആന്ധ്രയിൽ പോയ സമയത്തായിരുന്നു. അവിടെ ഇത് റോഡ് സൈഡിലുകൾ ആൾക്കാർ കൊണ്ടുവന്ന് വെച്ചിട്ട് 80-100 രൂപയ്ക്കൊക്കെയാണ് അതൊരു 20 ഗ്രാം 30 ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാം കണക്കിന് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പോഴാണ് വിചാരിച്ചത് ഇതൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ചില സമയത്ത് തിന്നും, ചില സമയത്ത് ആടുകൾക്കാണ് കൊടുക്കുക. നിങ്ങൾക്ക് ലൈഫിൽ ഇത് കഴിക്കാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.